നമസ്കാരം, എൻ്റെ പേര് ജസീർ എന്നാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് വിചാരിച്ചു. ഞാൻ ബിഗ് ബോസൊക്കെ കാണുന്നതിൻ്റെ ബിഗ് ബോസിൻ്റെ ഒരു അപ്ഡേഷനാണ്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ബിഗ് ബോസിൽ നിലവിൽ കുറേ മത്സരാർത്ഥികളുണ്ട്. അപ്പോൾ മത്സരാർത്ഥികളുടെ പോക്ക് പല കാര്യങ്ങളും ഏതാണ്ടൊക്കെ എല്ലാ എപ്പിസോഡും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈവൊന്നും കാണത്തില്ല, അതിൻ്റെ എപ്പിസോഡുകൾ മാത്രമാണ് കാണുന്നത്. അപ്പം അത് കണ്ടത് വെച്ച് കുറച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഏതാണ്ട് ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ദൈവമായി കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെയാണ്. അതേപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും ബിഗ് ബോസ് അനീതിയാണ് പ്രവർത്തിക്കുന്നതെന്നും പല കാര്യങ്ങളും നീതിയുക്തമല്ലാത്തതും പെർഫെക്റ്റ് അല്ലാത്ത രീതിയിലെല്ലാം ആണ് മുമ്പോട്ട് പോകുന്നത്. ചില സമയത്ത് ബിഗ് ബോസ് പറയും നീതിയുടെ ഭാഗത്താണെന്ന് പറയും, ചില സമയത്ത് അല്ലെന്ന് പറയും. വെളിയിൽ നിന്ന് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സെയിം സിനാരിയോ അല്ലേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ ഒരേപോലെ എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ, പല പല ജീവിത സാഹചര്യത്തിൽ വരുന്ന ആൾക്കാർക്ക് പല പല രീതിയിലാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ചില ആൾക്കാർ ഒരുപാട് വിശ്വസിച്ച് ഒരുപാട് അധ്വാനിച്ച് ഇവിടെ എത്രയോ പേര് പല കാര്യങ്ങളും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ചില ആൾക്കാർ ഒരുവിധ രീതിയിൽ അധ്വാനം ഒന്നും നൽകാതെ തന്നെ ജീവിതത്തിൽ ദൈവം പല കാര്യങ്ങളും കൊണ്ടു കൊടുക്കുന്നു. സെയിം സിനാരിയോ ഒന്ന് ബിഗ് ബിഗ് ബോസിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ്. കറക്റ്റ് ബിഗ് ബോസ് എന്ന് പറയുന്നത് പണ്ടൊരു കോൺസ്പിറൻസി ഞാൻ കേട്ടിട്ടുണ്ട്. ഇലുമിനാറ്റിയുടെ ഭാഗമാണ്. ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ, അതായത് സാത്താൻ്റെ സേവകരായിട്ടുള്ള മനുഷ്യർ കണ്ടുപിടിച്ച്, അതായത് ആ കണ്ണ്, അവരുടെ ഒരു സിമ്പിളാണ് ഈ കണ്ണ്, ഒറ്റക്കണ്ണ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഞാനിവിടെ കേട്ടതാണ്, എനിക്ക് അത്ര ആധികാരികമായിട്ടത് പറയാൻ അറിയത്തില്ല. പക്ഷേ എൻ്റെ ഊഹം കറക്റ്റാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ജനങ്ങളിലേക്ക് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങളിലേക്ക് ഇട്ട് തരികയാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, ഇതാണ് ദൈവം നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു നീതിയുക്തമായ ഒരു കാര്യങ്ങളല്ല നമ്മളോടൊപ്പം ചെയ്യുന്നത്. കാരണം എനിക്ക് ബിഗ് ബോസിന് അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബിഗ് ബോസ് ഇപ്പം ഈ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടപ്പം മോഹൻലാൽ വന്ന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് പറയുകയും ഒരു ചെറിയ തെറ്റിൻ്റെ പേര് സിബിൻ എന്ന് പറയുന്നത്, ചെറുതല്ല, ഒരു പ്രാവശ്യം അയാൾ നിന്ന് പറ്റിപ്പോയ ഫസ്റ്റ് അബദ്ധമാണ്. അയാൾ അത്രയും ക്ലിയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു വീഴ്ച കാണാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ കിട്ടിയപ്പോൾ തന്നെ അത് മനസ്സിലാക്കി അടിക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായ കേസെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു ഘട്ടത്തിൽ ജാസ്മിന് പൊക്കി പറയുന്നു. അപ്പോൾ ജാസ്മിൻ കുറേ ആൾക്കാരെല്ലാം പൊക്കി പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര വെളിയിൽ നിന്ന് കാണുന്ന ഓരോ വ്യക്തികൾക്കും സ്വാഭാവികമായിട്ടും അവരോട് ഇറിറ്റേഷൻ അല്ല, ഒരു അസൂയ. അതേ പറഞ്ഞാൽ അതൊരു കോമൺ തിങ്കിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ഉള്ളവൻ്റെ അടുത്ത് എപ്പോഴും മനുഷ്യന്മാർക്ക് എപ്പോഴും ഒരു മാനസികമായിട്ട് അതിർത്തി എപ്പോഴും കാണും. അതേ സെയിം സിനാരിയോ അവളെ അടിച്ചവിടുത്തപ്പോൾ എല്ലാവരും കൂടെ ജാസ്മിൻ പാവം എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയാറുണ്ടായിരുന്നു, എപ്പോഴും ബ്രസീലും അതുപോലെ ക്യാമറൂണും കളിക്കുമ്പോൾ ക്യാമറൂൺ ജയിക്കണമെന്നാണ് നമ്മുടെ ഭൂരിപക്ഷം. അതായത് ബ്രസീൽക്കാരല്ലാതെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, ബ്രസീൽ ആരാധകരല്ലാതെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ക്യാമറൂൺ ജയിച്ചിരുന്നെങ്കിൽ എന്ന്, ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. എന്നാൽ പറയും ക്യാമറൂൺ ജയിച്ചിരുന്നെങ്കിൽ എന്ന് കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം പേര് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അത് എപ്പോഴും നമുക്ക് താന്ന് നിൽക്കുന്നവർ വളരെ കൂളായിട്ട് നമുക്കറിയാം അവർ കഴിവുള്ളവരാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമെങ്കിൽ പോലും അവർക്ക് കിട്ടുമെങ്കിൽ പോലും അങ്ങനെ ഇപ്പം സൂഹിക്കേണ്ട എന്നൊരു കൺസെപ്റ്റിൽ സത്യം പറഞ്ഞാൽ നമ്മളെ മനസ്സ് മാറിയിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ അവർ ജയിച്ചാൽ കൊള്ളാം, ക്യാമറ ജയിച്ചാൽ കൊള്ളാം എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. അതുപോലെ അതായത് ആദ്യത്തെ ആഴ്ചകളിലെ ജാസ്മിൻ്റെ പോക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ജാസ്മിൻ തന്നെ വിന്നറാവും, ജാസ്മിൻ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണെന്നൊക്കെ മനസ്സിലായപ്പോൾ അവർ കളിച്ച പ്ലേയൊക്കെ മനസ്സിലാക്കി എല്ലാവരും അവർക്ക് എതിരായിരുന്നു. അടുത്ത എല്ലാവർക്കും എതിരായെന്ന് പറഞ്ഞാൽ അവർ ആ വീട്ടിനകത്തുള്ള ആൾക്കാർക്ക് അവരോടൊപ്പം പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയും അടുത്ത വൈൽഡ് കാർഡ് എൻട്രിയിലോട്ട് കടന്നു വന്നപ്പം എല്ലാം തകണം വന്ന് തിരിച്ച് അവരുടെ ഒരുവിധ പ്ലാനും വർക്കൗട്ട് ആവാതെ മാക്സിമം മെൻ്റലി ഹറാസ് ചെയ്ത്, സത്യം പറഞ്ഞാൽ അവരെങ്ങനെയാണോ മൈൻഡ് ഗെയിം കളിച്ചത് അതേ തിരിച്ച് മൈൻഡ് ഗെയിം കളഞ്ഞ് അവർ മെൻ്റലി ഡിപ്രസ്ഡ് ആക്കി, അവർ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കി തകർന്നു പോയ നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോൾ ആൾക്കാർക്ക് വീണ്ടും ജാസ്മിൻ എന്ന് പറഞ്ഞ് പൊങ്ങിയാണ്. ഇപ്പോൾ സിബിൻ്റെ എതിരെയാണ്. കാരണം സിബിൻ പൊങ്ങിയിരിക്കുകയാണ്. എനിക്കൊന്ന് ലാസ്റ്റ് പ്രൊമോ ഞാൻ കണ്ടപ്പോൾ സിബിൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതാ സിബിന് തിരിച്ചാവും. ഇതാണ് മനുഷ്യന്മാർ. സത്യം പറഞ്ഞാൽ ദൈവം ഇങ്ങനെ ഇട്ട് നമ്മളായിട്ട് കളിപ്പിക്കുകയാണ് സാർ. നമ്മളതൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തെ വിളിച്ച് ദൈവം ഉണ്ട്, എനിക്ക് വിശ്വാസം കൊണ്ട് വിശ്വാസം ഇല്ല എന്നല്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഒരു മാനസികമായിട്ടുള്ള
ഒരു ഇതാണ്. അപ്പം യഥാർത്ഥത്തിൽ ദൈവവിശ്വാസി എന്ന നിലയിൽ ഒരു വിശ്വാസിയെ കുറച്ചും കൂടെ മാനസികമായിട്ട് കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന കുറേ കാര്യത്തിലേക്ക് സത്യം പറഞ്ഞാൽ ഇലുമിനാറ്റിക്കാർ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസുകാർ എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ഇന്നിപ്പം ജാസ്മിൻ, ഇപ്പം ഇന്നത്തെ എപ്പിസോഡിന് ഇന്നലത്തെ എപ്പിസോഡിന് ഒരു പ്രൊമോ വീഡിയോ ഉണ്ട്. അപ്പോൾ ജാസ്മിനെ എടുത്ത് മെനയാന്ന് സിബിനെ എടുത്ത് ജാസ്മിന് വേണ്ടി കുടഞ്ഞിട്ട് ഇന്നലെ വന്നപ്പം ജാസ്മിൻ്റെ ഗബ്രിയൊക്കെ കയറി മോഹൻലാൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്ന കേട്ടോ. എന്തൊക്കെയാണ് അതായത് ഇന്ന് കിടിലായിട്ട് നിൽക്കുന്നത് നാളെ എപ്പോൾ വേണമെങ്കിലും മാറാം എന്ന് പറയുന്നതാണ് ആ സാഹചര്യം. ഇതാണ് മനുഷ്യന്മാർ. അപ്പം നമ്മൾ വെളിയിൽ നിൽക്കുന്ന ഇതൊക്കെ എന്തൊരു കളി, അല്ലെങ്കിൽ ഇതെന്തൊരു ജീവിതം, ഇവർക്ക് മാന്യമായിട്ട് നിന്നൂടെ? അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് അല്ലേ കുഴപ്പം? ബിഗ് ബോസ് അല്ലേ ജാസ്മിൻ്റെ കേസായ പോലും ജാസ്മിനെയും ഗബ്രിയുടെ പല കാര്യങ്ങളും ഇങ്ങനെ സൂം ഔട്ടും ചെയ്ത് അവരെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ ഒരു നെഗറ്റീവായിട്ട് പുറത്ത് വിട്ട് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അല്ലേ മാക്സിമം അവർ പറയുന്ന സംഭാഷണങ്ങളും അവർ പലപ്പോഴും ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന, പലപ്പോഴും കാലിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ വളരെ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ച് അത് സൂം ഔട്ട് കാണിച്ചൊക്കെ കാണിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ആ ഒരു ബന്ധത്തെ ഭയങ്കര വൾഗറായിട്ട് ചിത്രീകരിച്ച ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസ് കാര്യത്തോടെ എടുത്തപ്പോൾ ബിഗ് ബോസ് എല്ലാത്തിനും ഞാൻ ഒന്നാണ്, മറ്റേണ്, മറിച്ചാണ്, ഞാൻ കിടിലുമാണ്, അഡാണ്, ഇതാണെന്ന് പറയുന്നതല്ല. അവർക്ക് ആവശ്യമുള്ള സാധനം കണ്ടന്റ് വെച്ച് ആ ജനങ്ങളിലേക്ക് എന്താണോ എത്തിയാൽ റീച്ച് കൂടുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി മാക്സിമം യൂസ് ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിച്ചു എന്ന് പറയാം. സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ഓണികൾ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തിച്ചു. അവരെ നെഗറ്റീവ് ആക്കിയിട്ട് ഇനി അവരെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ നോക്കി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ചെന്ന് പെടുന്നവർ കുറച്ചും കൂടെ ആലോചിക്കണം. ക്യാഷ് കിട്ടും, ഓക്കെ, സമ്മതിച്ച് നിങ്ങൾ സ്വയം മനസ്സിലാക്കി. അല്ലെങ്കിൽ ഭയങ്കര പാടാണ് അത്രയും 3 മാസം വരെ ഒന്നുമില്ലാതെ അതിനകത്ത് ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. മനുഷ്യന്മാർ തമ്മിലുള്ളൊരു ബന്ധം വെച്ച് അത് നിലനിന്ന് പോകത്തുള്ളൂ. ആ ബന്ധങ്ങളില്ലാതെ ഒരു 4-5 പേരോ അല്ലെങ്കിൽ 5 പേര് ചേർന്ന ഒരാളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒറ്റപ്പെടൽ വന്നു കഴിഞ്ഞാൽ എക്സോസ്റ്റ് ആയിപ്പോയി. മനുഷ്യന്മാർ അങ്ങനെയാണ്. അപ്പോൾ ആ എക്സോസ്റ്റ് ആയി പോകുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ സിബിൻ കരയുന്നുണ്ട്. ഇപ്പോൾ സിബിനൊക്കെ സ്ട്രോങ് പ്ലെയർ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, എത്ര സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവരുടെ മാനസികമായ വിഷമങ്ങൾ പുറത്ത് ചാടും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിലവിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സത്യം പറഞ്ഞാൽ ഇട്ട് തന്ന ഒരു കാര്യമാണ് പോയി എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്, മനസ്സിലാക്കുന്നത്. അല്ല, പല കണ്ടന്റും അതേ കണക്കാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിലായ പോലും നമ്മൾ ചെറിയ ചെയ്യുന്ന കെട്ടുകൾ ആൾക്കാരുടെ മുമ്പിൽ പർവ്വതീകരിച്ച് കാണിച്ച് നമ്മളെ മൊത്തത്തിൽ താറുമാറാക്കിയിട്ട് നമുക്ക് അടുത്ത നിമിഷം അടുത്ത എന്തെങ്കിലും നല്ലത് തന്ന് നമ്മളെ വീണ്ടും നല്ല കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കോൺഫിഡൻസ് തന്ന് നമ്മളെ കൊണ്ടുവന്ന് വീണ്ടും അടിപൊളിയായിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കും. വീണ്ടും ദൈവം അടുത്ത പണി എന്തെങ്കിലും തന്ന് അടിച്ചെടുത്തു. ജീവിതത്തിൽ ഓരോ നിമിഷവും എനിക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇതേ കണക്കല്ലേ ബിഗ് ബോസ് ഓടുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ സംവിധാനം കാണുമ്പോൾ ഒരു ദൈവവും കുറേ ആ ദൈവത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന, ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാർ ദൈവം എന്ത് പറഞ്ഞാലും അത് തെറ്റോ ശരിയോ എന്ത് പറഞ്ഞാലും അംഗീകരിച്ച് ഓ ബിഗ് ബോസ് ഓക്കെ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന മനുഷ്യ മനസ്സുകളെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അപ്പം അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പം വീണ്ടും വിശ്വാസിയാണെന്ന് പറയാൻ കാരണമെന്നാൽ പലപ്പോഴും നമ്മളെടുക്കുന്ന രീതികളിൽ പ്രശ്നമുണ്ട്. അതായത് ബിഗ് ബോസ് ഇങ്ങനെ കളിപ്പിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ നമുക്ക് പിടിച്ചിരിക്കാം. ഇതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യനടുത്ത് പറയാനുള്ളത്. നമ്മൾ ഒരിക്കലും നമ്മുടെ അധികം കിട്ടുമ്പോൾ അഹങ്കരിക്കാതിരിക്കുകയും താന്നു പോയി കഴിഞ്ഞാൽ വിഷമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്കത് പിടിച്ചെടുത്താൻ പറ്റും. വിഷമം മുറിവിനെ ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാർത്തൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുറിവ് പറ്റിയാൽ അത് നീറ്റലുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു കൈ മുറിഞ്ഞാലും കാല് മുറിഞ്ഞാലും ആ വേദന ഉണ്ടാവും. ആ സന്തോഷം വരുമ്പോഴും സന്തോഷിക്കേണ്ട സാധനത്തിന് സന്തോഷിക്കാൻ വേണം. അപ്പോൾ രണ്ടുണ്ട്. പക്ഷേ മുറിവ് വന്നാൽ ആ വേദന എങ്ങനെ കടിച്ചു നിർത്തണം. അതായത് നമുക്ക് ആലറി വിളിച്ചാൽ അയ്യോ എൻ്റെ കൈ മുറിഞ്ഞ് കാല് മുറിഞ്ഞെന്നൊക്കെ ഒന്ന് വിളിക്കാം. അല്ലെങ്കിൽ എൻ്റെ കൈ മുറിഞ്ഞ് എൻ്റെ കാല് മുറിഞ്ഞ് വെരി ഡിഫിക്കൽട്ട്. അതായത് നമുക്ക് ഭയങ്കര പാടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ആ വേദന ഇങ്ങനെ. അപ്പോൾ ഓരോ ദിവസം ആ വേദന കുറഞ്ഞ് ആ വേദന എൻഡ് ചെയ്യും. അപ്പോൾ നമ്മളപ്പോൾ ആ വേദന റിയാക്ട് ചെയ്ത് നടക്കണം. വേണമെങ്കിൽ ആലാമുറയിട്ട് കരഞ്ഞ് നാട്ടുകാരെ മൊത്തം അറിയിച്ച് ആ വേദന നമുക്ക് അങ്ങനെ ചെയ്യാം. എന്നാലും 5 ദിവസം കഴിഞ്ഞ് ആയിരിക്കും ആ വേദന മുറിവ് ഉണങ്ങുന്ന സമയത്ത് ആ വേദന മാറുള്ളൂ. അതങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മളെ സന്തോഷവും നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളും അതൊക്കെ തന്നെയാണ്. നമുക്ക് കിട്ടുന്ന സന്തോഷം ആ സമയത്ത് എക്സൈറ്റഡ് ആയിട്ട് അടിപൊളി ഞാനാണ് കിട്ടില്ല, ഈ ലോകത്ത് കണ്ട ഞാൻ ജയിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ നേടി, ഞാനാണ് കിട്ടില്ല എന്ന് പറഞ്ഞ് ആ ദിവസം കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ അത് എല്ലാവരും വിടും.
എല്ലാവരും വിടും, ആ അപ്രിസിയേഷൻ എല്ലാം കഴിയും, ആൾക്കാരെല്ലാം അടിപൊളി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പിന്നെ കോമൺ ആയിട്ട് തന്നെ നമ്മളടുത്ത് പെരുമാറി. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ബിഗ് ബോസിൽ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. നിങ്ങളും അതുപോലെ റിയലൈസ് ചെയ്യണം. ഈ കാണിക്കുന്ന എല്ലാവരെയും വ്യക്തിയത്തെ മാക്സിമം നെഗറ്റീവ് കൊണ്ടുവിടുക, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ പോസിറ്റീവ് കൊടുക്കുക, പോസിറ്റീവായിട്ട് നിൽക്കുന്നവരെ നെഗറ്റീവിലോട്ട് തള്ളിവിടുക. ഇങ്ങനെ ഇട്ട് തകടം മറിച്ച് ജീവിതത്തിൽ അങ്ങനെ നേടി വന്ന് അതിനകത്ത് കൃത്യമായിട്ട് പിടിച്ച് നിൽക്കുന്നവർക്ക് എത്ര പേര് എക്സിറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇതിനകത്ത്. ചില ആൾക്കാർ ഒന്നും മൈൻഡ് ചെയ്യാതെ വളരെ കൂളായിട്ട് ആൾക്കുള്ളത് എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. അപ്പം ഒരു മത്സരമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന അതേ പ്രശ്നം തന്നെയാണ് ജീവിതത്തിലും ഉണ്ടാകുന്നത്. ജീവിതത്തിലും അങ്ങനെയൊക്കെ ചിലപ്പോൾ മത്സരത്തിന് വേണ്ടി ഓടുമ്പം തോറ്റുപോകും എന്നും പറഞ്ഞ് നിരാശപ്പെടാതിരിക്കുക. ദൈവം അടുത്ത പോസിറ്റീവ് തരും. കാരണം അങ്ങനെയാണ്. കാരണം ആൾ കളിക്കുകയാണ്. അപ്പോൾ അതല്ല നമ്മളെ കളിപ്പിക്കുകയാണ്. നമ്മൾ ആ നമ്മളിവിടെ എന്തായാലും വന്ന് പെട്ടു. അതായത് ബിഗ് ബോസിൽ നമ്മൾ എന്തോ എനിക്കറിയത്തില്ല, ബിഗ് ബോസിൽ എഴുതി വെച്ച് ഒപ്പിട്ട് കയറിയതായതുകൊണ്ട് തന്നെ അതേപോലെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ദുനിയാവിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നതെന്നാണ് എൻ്റെ കൺസെപ്റ്റ്. കാരണം നമുക്കിതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. ബിഗ് ബോസിൽ നടക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമാവുന്ന അവസ്ഥയിലൊക്കെ മാത്രമേ പുറത്താക്കുള്ളൂ. അതാണെങ്കിൽ നമ്മൾ മരണം കഴിയുമ്പോൾ നമുക്ക് കഴിഞ്ഞു. നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ മരണമാണ്. ഈ ലോകത്ത് നിന്ന് മരിച്ചാൽ നമുക്കെല്ലാം കഴിയും. അതുവരെ പൊന്നു മക്കളെ നമ്മൾ അനുഭവിച്ചേ പറ്റും. അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടതിലും ഒക്കെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താണെന്നുള്ള മനസ്സിൽ കിടന്നത് അത് പറയണമെന്നുണ്ടായിരുന്നു. എത്ര പേര് അത് അംഗീകരിക്കുന്നു, എത്ര പേര് അത് കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, താങ്ക് യു.